ഹായ് ഓൾ, വെൽക്കം ടു ഇംഗ്ലീഷ് കെയർ. സോ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ കുറേ വേർഡ്സ് പഠിച്ചു അല്ലേ? നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുക്കിംഗ്, കിച്ചൺ റിലേറ്റഡ് വേർഡ്സ് ഒക്കെ പഠിച്ചു. അപ്പോൾ കിച്ചണിൽ നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് ആണായാലും പെണ്ണായാലും നമ്മൾ ഡിഫറെൻറ്റ് വർക്ക്സ് കിച്ചണിൽ ചെയ്യാറുണ്ട്. അപ്പോൾ പലതിൻ്റെയും പേരെന്താണെന്ന് നമുക്കറിയില്ല. ഫോർ എക്സാമ്പിൾ കുഴയ്ക്കുക, അല്ലെങ്കിൽ കടുക് പൊട്ടിക്കുക, ഇളക്കുക, മിക്സ് ചെയ്യുക, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ കിച്ചണിൽ ചെയ്യുന്നതാണ്. പക്ഷേ അതിൻ്റെ ഇംഗ്ലീഷ് എന്താണെന്ന് അറിയില്ല. ഇതിന് ഇംഗ്ലീഷ് പഠിച്ചു വെച്ചാൽ നമുക്ക് ചെറുതായിട്ടൊക്കെ വീട്ടിലുള്ള ആൾക്കാരുടെ മുന്നിൽ എന്ത് ചെയ്യാൻ പറ്റും? ഷൈൻ ചെയ്യാൻ പറ്റും. അങ്ങനെ ഷൈൻ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കുഞ്ഞ് ഇംഗ്ലീഷ് വാക്കുകളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഈ ചപ്പാത്തിയൊക്കെ കുഴയ്ക്കുക എന്നുള്ളതിന് എന്താ ഇംഗ്ലീഷിൽ പറയുന്നതെന്ന് അറിയോ? അതിന് ഇംഗ്ലീഷിൽ പറയുന്നതാണ് നീഡ് ദ ഡഫ്. ഡഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു മിക്സിന്, ആ ഒരു മാവിന് നമ്മൾ പറയുന്നതാണ് ഡഫ്. അപ്പോൾ വി ക്യാൻ സേ ഐ നീഡ് ദ ഡഫ് ടു മേക്ക് ചപ്പാത്തി. ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാവ് കുഴച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഐ നീഡ് ദ ഡഫ് ടു മേക്ക് ചപ്പാത്തി. ഓക്കെ, ഇനിയിപ്പോൾ ചപ്പാത്തി കുഴച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ചപ്പാത്തി പരത്താറുണ്ട്. ഈ പരത്തുക എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് എന്താണ്? കുറേ പേര് സ്പ്രെഡ് എന്ന് പറയാറുണ്ട്. സ്പ്രെഡ് കറക്റ്റാണ്. ബട്ട് ഈ ഒരു സിറ്റുവേഷൻ, ചപ്പാത്തിയുടെയൊക്കെ സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് റോളാണ്. യു ക്യാൻ സേ ഐ റോൾ ദി ചപ്പാത്തി ടു മേക്ക് ഇറ്റ് ബെറ്റർ. ഞാൻ ചപ്പാത്തി റോൾ ചെയ്തു, അത് കുറച്ചും കൂടെ ബെറ്റർ ആവാൻ വേണ്ടിയിട്ട് ഞാനത് റോൾ ചെയ്തു എന്ന് പറയാം. ഇപ്പോൾ നമ്മൾ ഈ ബ്രെഡിലൊക്കെ ജാം തേക്കില്ലേ, അതിന് വി ക്യാൻ സേ ഐ സ്പ്രെഡ് ദി ജാം ഇൻ ദ ബ്രെഡ് എന്ന് പറയാം. ഐ സ്പ്രെഡ് ദ ജാം ഇൻ ദ ബ്രെഡ്. ബ്രെഡിൽ ഞാൻ ജാം തേച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ സ്പ്രെഡ് യൂസ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ചായ തിളപ്പിക്കണം എന്ന് വിചാരിക്കുക. ഈ തിളപ്പിക്കുക എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് എന്താണ്? അതിൻ്റെ ഇംഗ്ലീഷാണ് ബോയിൽ. ഇപ്പോൾ യു ക്യാൻ സേ ഐ ബോയിൽ ദ ടീ, അല്ലെങ്കിൽ ഐ ബോയിൽ ദ മിൽക്ക് ഫോർ 20 minutes, ഐ ബോയിൽ ദ കോഫി ഫോർ 30 minutes എന്നൊക്കെ നമുക്ക് പറയാം. അതായത് തിളപ്പിക്കുക എന്നുള്ള അർത്ഥമാണ് അതിന് വരുന്നത്. പിന്നെ ചില സമയങ്ങളിൽ നമ്മൾ പറയാറുണ്ട് ഒഴിക്കുക. ഒഴിക്കുക എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് എന്താണ്? അതിന് ഇംഗ്ലീഷ് ടു പോർ എന്നാണ്. യു ക്യാൻ സേ ഐ പോർ എ കപ്പ് ഓഫ് വാട്ടർ ഇൻ ടു ദ പോട്ട്. ഞാൻ ഒരു കപ്പ് വെള്ളം പോട്ടിലേക്ക് ഒഴിച്ചു. ഐ പോർ എ കപ്പ് ഓഫ് വാട്ടർ ഇൻ ടു ദ പോട്ട് എന്ന് പറയാം. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ഇപ്പോൾ ചായ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ചായ തിളപ്പിച്ചു, വെള്ളം ഒഴിച്ചു, കുറേ കാര്യങ്ങൾ ചെയ്തു. ഇനിയിപ്പോൾ ചായ കുക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ, അത് ബോയിലായി വന്നു കഴിഞ്ഞാൽ നമ്മളതിലേക്ക് പഞ്ചസാര ഇട്ടിട്ട് ഇളക്കാറുണ്ട്. ഈ ഇളക്കുക എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് എന്താണെന്നറിയോ? അതിന് നമ്മൾ പറയുന്നത് ടു സ്റ്റിർ എന്നാണ്. ടു സ്റ്റിർ. You can say, I stir sugar into my coffee. I stir sugar into my coffee. എൻ്റെ കോഫിയിലേക്ക് ഞാൻ ഷുഗർ ഇട്ടിട്ട് ഇളക്കി എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇങ്ങനത്തെ കുഞ്ഞു വേർഡ്സ് പഠിച്ചു വെച്ചാൽ കിച്ചണിൽ നിങ്ങൾ പേരൻസിൻ്റെ കൂടെയോ ഫ്രണ്ട്സിൻ്റെ കൂടെയോ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാനും, ഈ ഒരു വൊക്കാബുലറി പഠിച്ചു വെച്ചാൽ നിങ്ങളുടെ ലാംഗ്വേജ് കുറച്ചും കൂടെ എന്ത് ചെയ്യാൻ പറ്റും? ബെറ്റർ ആക്കാനും നിങ്ങൾക്ക് പറ്റും. താങ്ക് യു.